you and fooling everyone. അപ്പോൾ എന്താ പറയുക, ചില സമയത്ത് നമുക്ക് മടുപ്പ് വരും പറയുമ്പോൾ എന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ അക്രലിക് ഐറ്റംസ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഹായ് ഹായ് ഞാനത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി ചോദിച്ച് പിന്നെ ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം എങ്ങനെയാ ചെയ്യാന്നുള്ളത് അറിഞ്ഞത്. ഒരുപാട് തിക്നെസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് ചെയ്യുന്നത് ലേസർ കട്ടിങ് ഒരു മെത്തേഡ്, ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്, അങ്ങനെ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ നമ്മൾ ഓരോ ഡിസൈനും കട്ട് ചെയ്തെടുക്കുന്നത്. ബോർഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അവരാണ് പറഞ്ഞത്. അവരടുത്ത് ഞാൻ ചോദിച്ചത് ഇപ്പം ലേസർ കട്ടിങ് എവിടെ നിന്നാണ് ചെയ്യുക, നിങ്ങൾ എവിടെ നിന്നാണ് ചെയ്യിക്കാറുള്ളതെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ലേസർ കട്ടിങ് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഒക്കെ ഒരുപാട് ദൂരമുള്ളൊരു പ്ലേസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഏരിയ നോക്കുമ്പം ഒരു ഷോപ്പൊക്കെ ഉണ്ടാവുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് എത്തിയതും ഇങ്ങനെ ഇത് ചെയ്യാന്ന്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം കറൻറ്റ്ലി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ UAE അപ്പം ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ അങ്ങനെയിട്ട് പിന്നെ അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് എത്തിയതും ഇങ്ങനെ ഇത് ചെയ്യാന്ന്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം കറൻറ്റ്ലി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ UAE അപ്പം ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ അങ്ങനെ തന്നെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പൊക്കെ തന്നെ ഉള്ളൂ. ഒരുപാട് ഷോപ്പ്, നമ്മൾ സാധാ പ്രിന്റിങ് ഷോപ്പൊന്നും പോലെ ഒരുപാട് ഷോപ്പൊന്നുമില്ല. അപ്പോൾ ലേസർ പ്രിന്റിങ് ആണെങ്കിലും നമ്മൾ സാധാ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കുന്ന ഷോപ്പിനെക്കാട്ടി അപേക്ഷിച്ച് കുറവായിരിക്കുമല്ലോ. ലേസർ പ്രിന്റിങ് എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല. ഒരു 4-5 ഷോപ്പൊക്കെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അതുപോലത്തെ അപ്പം അതിനെക്കാട്ട് കുറവാണ് ഈ ലേസർ കട്ടിങ് ഉള്ള ഷോപ്പ്. ഒരു വലിയൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഒരു ഷോപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം UAE എന്നാണ്. ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി UAE ആണല്ലോ ഉള്ളത്. അപ്പം ഇവിടെയുള്ള ഒരു ഷോപ്പ്, ഇവിടെ അങ്ങനെ തന്നെയാണ്, ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഒരു ഷോപ്പൊക്കെ തന്നെയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ അടുത്ത് എവിടെയാണ് ലേസർ കട്ടിങ് ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള അവൈലബിൾ ഷോപ്പാണെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട ഐറ്റംസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പം ഇന്ത്യ കണ്ടോ, ഇത് ഞാൻ എത്രയോ വട്ടം ഞാൻ ഫസ്റ്റ് മുതലേ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നിയിട്ട് ഒരുപാട് കമൻറ്റ് ഇങ്ങനെ വന്നപ്പം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് അത്ര അവൈലബിൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വേലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ചെയ്യുന്ന ഷോപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പല്ല, ഓഫ്ലൈൻ ആയിട്ടുള്ള ഷോപ്പാണ്. അപ്പം ഞാനിപ്പം ആ ഷോപ്പിൻ്റെ നെയിമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഞാനിപ്പം UAE ഉള്ളതാണ്. അപ്പം നെയിമായിട്ട് ഞാൻ പറയാത്തത് അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതാണെങ്കിൽ ഞാനത് പറഞ്ഞിട്ടില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഷോപ്പിലാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ആ ഒരു ഷോപ്പിലേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ലേസർ കട്ടിങ് ഇത് ചെയ്യുന്ന ലേസർ കട്ടിങ് ഷോപ്പുകളിലാണ് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുക. അതിലിപ്പം അക്രിലിക് മാത്രമല്ല ഈ ലേസർ കട്ടിങ് ഷോപ്പിൽ ചെയ്യുക. അപ്പം ഒരുപാട് MDFിലും ഒക്കെ ചെയ്യുന്ന നമ്മൾ വലിയ എന്താ പറയുക ആർക്കിടെക്ചറൽ ഇൻറ്റീരിയർ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഓരോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഷോപ്പുകളായിരിക്കും ഇത്. അവർ കൂടുതലും ഇൻഡസ്ട്രിയൽ ഷോപ്പുകളായിരിക്കും, ഒരുപാട് വലിയ വലിയ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ നിക്കാനാമൻ്റെ ഇങ്ങനത്തെ വർക്കുകൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കുകളാണല്ലോ. അപ്പം പക്ഷേ ആ വർക്കും അവർ ചെയ്യും. പിന്നെ ഒരുപാട് അറബിക് കാലിഗ്രാഫി, വോൾ ആർട്ടും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം റെസിനൊക്കെ നമുക്കിപ്പം ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇപ്പം റെസിൻ ആർട്ടും, റെസിൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് വോൾ ഡെക്കേഴ്സൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഒക്കെ ഈ അക്രിലിക് കട്ടിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഷോപ്പാണ് ലേസർ കട്ടിങ് ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ലേസർ കട്ടിങ് ആ മെഷീനും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു.
ഇങ്ങനത്തെ മെഷീനിലാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊക്കെ. 1 സെക്കൻഡ്. അപ്പോൾ സോറി കേട്ടോ, പിന്നെ മോന് കച്ചറാക്കിയപ്പോൾ ഒന്ന് കട്ട് ചെയ്താട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒന്നാമത് ഇതൊക്കെ ആണ് കേട്ടോ, നമ്മൾ ഇങ്ങനെ ഓരോ ടൈം ഇതാക്കി കഷ്ടപ്പെട്ടിട്ടാണ്. ഒന്നാമത് അറിയാം, ഞാൻ UAE-യിലാണ്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാനിപ്പോൾ കറൻലി UAE-യിലാണ്. അപ്പോൾ ഇവിടെ ഞാനും മക്കളുമാണ് ഉള്ളത്. പിന്നെ ഹസ്ബൻഡ് രാവിലെ പോവുമല്ലോ. അപ്പോൾ ഇപ്പം കറൻലി ഞാൻ വർക്കിംഗ് ചെയ്യുന്നില്ല. ഇതുപോലെ ക്രാഫ്റ്റും കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിൽ ജസ്റ്റ് വീഡിയോ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എന്തായിരിക്കും ചെറിയ മക്കളുള്ളവരുടെ അവസ്ഥ അറിയാമല്ലോ. അതിനുള്ള കൂടെ ഈ കാര്യങ്ങളും പിന്നെ ഓർഡറും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് എല്ലാത്തിനും ഇങ്ങനെ റിപ്ലൈ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണല്ലോ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ആ വീഡിയോ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ റിപ്ലൈ പറയാത്ത കാര്യമൊക്കെ ആണെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് വന്ന് ചോദിച്ചാലൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. അതല്ലാതെ പറഞ്ഞ കാര്യം വീണ്ടും ഈ ടൈമും ഇല്ല, ഫുൾ കൺട്രോൾഡാണ്. ചിലപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഭ്രാന്ത് പിടിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ഇപ്പോൾ വീഡിയോയിലും ഫോട്ടോയിലും ഇതിലൊന്നും കാണുന്ന പോലെ ഇങ്ങനെ എന്താ പറയുക ഫുൾ ഹാപ്പി അങ്ങനെയൊന്നുമല്ല. ഞാൻ ആദ്യമൊക്കെ വ്ളോഗ് അറിയാം, പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെറിയായിട്ട് വ്ളോഗൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്നതൊക്കെ കുറവാണ്. കാരണം എനിക്ക് വ്ളോഗൊന്നും കാരണം നോർമലി അല്ലാത്ത വീഡിയോസ് ചെയ്യുന്ന പോലെ അല്ല വ്ളോഗ് ചെയ്യുന്നത്. കുറച്ച് കഷ്ടപ്പാടാണ്, നമ്മൾ കാണുന്ന പോലെയല്ല. അപ്പം അത് ചെയ്യാനൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മാക്സിമം വ്ളോഗൊക്കെ ഇപ്പോൾ കുറച്ചത്. പിന്നെ അതുപോലെ തന്നെ പണ്ട് ഞാൻ പഴയ ചാനൽ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കുക്കിംഗ് വീഡിയോയും ക്രാഫ്റ്റ് വീഡിയോയും നമ്മളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കുമല്ലോ. കുക്കിംഗ് വീഡിയോ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് കുക്കിംഗ് വീഡിയോ, ഞാനിപ്പോൾ ഈ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസ് മാത്രമാണ്. പിന്നെ വ്ളോഗ്സും ട്രാവലിങ് കുഞ്ഞു ഞങ്ങൾ ചിലപ്പോൾ ഒക്കെ പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്ന അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ. 1 സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചാനലിൽ ഞാൻ പറഞ്ഞേ അപ്പോൾ ആദ്യത്തെ ചാനലിൽ ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പണ്ടേ എന്നെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് ആ വീഡിയോ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ വീഡിയോ എടുക്കലും കുക്കിംഗ് വീഡിയോ എടുക്കലും വെടപ്പണിയും മക്കളും എല്ലാം കൂടി ആയിട്ട് രണ്ടാമത്തെ ആളും കൂടി വന്നപ്പം രണ്ടാമത്തെ ആൾ മൂത്ത ആളെ പോലെയല്ല, കുറച്ച് നല്ല കുസൃതിയാണ്. അപ്പം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ അവിടെ നിർത്തിയത്, കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. ക്രാഫ്റ്റ് വീഡിയോൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എൻ്റെ വീഡിയോസ് ഒന്നെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഞാൻ പിറ്റേന്നാണ് ചെയ്യുന്നത്, അടുത്ത ദിവസമാണ് ചെയ്യുന്നത്. ഈ ക്രാഫ്റ്റ് റിലേറ്റഡ് ഹോം ഡെക്കറും അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ കൂടാതെ ഞാൻ എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഗിഫ്റ്റും അതുപോലെ സേവ് ദി ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡേഴ്സ് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാത്തിൻ്റെയും ടൈമിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചായിട്ട് ഓരോ ദിവസം എടുത്ത് ക്ലിപ്സ് ആണ് എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ക്രാഫ്റ്റ് വീഡിയോസാണ്. ക്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ബാലൻസ് വെച്ച് ഇങ്ങനെ ചെയ്യാമല്ലോ, കുറച്ച് ഓരോ ദിവസം ചെയ്തെടുത്താൽ മതി. പക്ഷേ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു സമയത്ത് തന്നെ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് ആയിട്ട് വന്നു. പക്ഷേ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നവർ. പക്ഷേ എൻ്റെ ഒരു ഇതിൽ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബേർഡൻ പോലെ തോന്നി. ഒന്നാമത് എന്താ വെച്ചാൽ എനിക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നീറ്റ്, പിന്നെ അതിലൊക്കെ വീഡിയോസ് എടുക്കുന്നതും അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നീറ്റ് അല്ലെങ്കിലും എന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ നീറ്റായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട്. അങ്ങനെയാണ് ഞാനത് പിന്നെ ആ ചാനൽ ഡിലീറ്റായിപ്പോയി. അതൊക്കെ വേറെ റീസണാണ്. അപ്പം അത് ഡിലീറ്റായി. 10K 11K സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡിലീറ്റായിപ്പോയി.
അങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇതിപ്പം 7K സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൽ ക്രാഫ്റ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് ക്രാഫ്റ്റ് റിലേറ്റഡ് കാര്യങ്ങളും. പിന്നെ അതുപോലെ അതിൽ ഞാൻ ക്രാഫ്റ്റും കുക്കിങ്ങും വ്ളോഗ്സും എല്ലാം ആയിരുന്നു ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇതിൽ കുക്കിംഗ് ഞാൻ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസും വ്ളോഗ്സും അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെയിം നെയിം തന്നെയായിരുന്നു, ലുബ്നാസ് ക്ലൗഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ആ ഒരു നെയിമിങ് മെയിൽ ഐഡീൻ്റെ ഒക്കെ ഇതൊക്കെ കാരണം ഞാൻ ജസ്റ്റ് 2.0 എന്ന് ആഡ് ചെയ്ത് കൊടുത്തു ചാനൽ നെയിം. അത്ര വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ വിടക്കോ എത്തിപ്പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുക. അപ്പം അതുകൊണ്ടാണ് എനിക്ക് വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ പിന്നെ ഞാൻ അങ്ങനെ റിപ്ലൈ തരണം. അപ്പം ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ വന്നിട്ടാണ് റിപ്ലൈയും ഒക്കെ ചെയ്യുന്നത്. ചിലപ്പം ചില സമയത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള കമൻസോ അല്ലെങ്കിൽ ചില എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അന്നത്തെ അവർക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കാനിരിക്കുമ്പോൾ നമ്മൾ അന്നത്തെ കുറേ വർക്ക് അങ്ങ് പെൻഡിങ് ആയി പോവാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം അവർക്ക് വേണ്ട റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കുക. അല്ലെ എൻക്വയറീസ് ആകുമ്പം നമുക്ക് ബെനിഫിറ്റ് അല്ലേ ഒരു എൻക്വയറി വന്ന് അവരത് ഓർഡർ പിന്നെ പ്ലേസ് ചെയ്യാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട റിപ്ലൈ കറക്റ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ടൈം പോവും. കാരണം ഈവനിങ് ആകുമ്പോൾ എനിക്ക് മോൻ്റെ മദ്രസ് കാര്യങ്ങളുണ്ട്, അത് ഓൺലൈനാണ് വരുന്നത്. അപ്പം അതിന് അവൻ്റെ കൂടെ ഇരിക്കണം. അപ്പം ഒരു ഈവനിങ് ഇവിടുത്തെ ഒരു 5:30 ആകുമ്പോഴേക്ക് എൻ്റെ പണികൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ അവരുടെ വേറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അവൻ്റെ ക്ലാസ്സിനുമായിട്ട് ഇരിക്കണം. അപ്പം അങ്ങനെ എല്ലാം കൂടെ ആയിട്ടാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം വീണ്ടും നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് കമൻറ്റ് ചെയ്യാത്തത്. എന്നാലും ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ ഷോർട്സിലോ ഏതൊക്കെയോ വീഡിയോസിൽ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ലേസർ കട്ടിങ് ഷോപ്പാണ് എന്നുള്ളത്. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് ഇതിൽ കമൻസ് എന്ന് പറയുന്നത് ഈ കമൻറ്റ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഫാത്തിമത്തു സുഫ്ന എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് എന്നാണ്. വൈ യു ഡോണ്ട് check the shop name and you answering everyone is in the video and fooling everyone. അപ്പം ഇതിപ്പം 1 days ago ഈ കമൻറ്റ് വന്നതിൻ്റെ പിറ്റേന്നായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതിന് മുമ്പ് വന്ന വേറൊരു കമൻ്റ് ആയിരുന്നു. അന്ന് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്ത് വിട്ടാ പോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ചാനലിൽ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം അങ്ങനത്തെ വീഡിയോസ് ആണല്ലോ ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനത്തെ എന്താ പറയുക ഒരുപാട് ഈ വ്ളോഗ്സൊക്കെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് നമ്മൾ കാണുന്നതാണല്ലോ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ. ഒരുപാട് ഫാമിലി സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ രീതിയിൽ കമൻറ്റ്. അപ്പം അങ്ങനെയുള്ളത് എൻ്റെ ചാനൽ കുറവായതുകൊണ്ട് നെഗറ്റീവ് കമൻസും കുറവാണ്. അപ്പം അപ്പം ചില കമൻസ് ഭയങ്കര തെറി എന്ന് പറയാം. അങ്ങനെയുള്ള ചില കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മുമ്പൊക്കെ ആയിട്ട്. ഇതടുത്തൊന്നുമല്ല. ആ സമയത്ത് അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ നെഗറ്റീവ് കമൻസ് കുറവാണ്. പിന്നെയുള്ള വേറെ കുറച്ച് നെഗറ്റീവ് കമൻസ് വരുന്നതുണ്ടല്ലോ. അതായത് നമ്മളൊന്ന് പോസിറ്റീവ് ആക്കുന്ന ടൈപ്പ് നെഗറ്റീവ്. അതായത് നമ്മുടെ അവിടെ ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. അതായത് നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് ഉണ്ട്. അത് നെഗറ്റീവ് കാറ്റഗറി എന്ന് പറയാൻ പറ്റുമോ? അതിന് വേറെ എന്താ പറയുക? നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, നെഗറ്റീവാണ്. അപ്പം ഇതിൽ സെക്കൻഡ് കമൻ്റാണ്. ഇതാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ദ ഫുഡ് സ്റ്റോറീസ് 1 എന്നറിയുന്ന ഒരു അക്കൗണ്ട് എന്നാണ് കേട്ടോ. ഫുൾ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. ഏത് ഷോപ്പിൽ നിന്നാണ് ഇത് ചെയ്യുക എന്ന് ക്ലിയർ ആയി പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കമൻറ്റ് ഇവിടെ നിരോധിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനൊക്കെ റിപ്ലൈ ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിയർ അപ്പം ഞാൻ
ഇതായിരിക്കും വീഡിയോൻ്റെ എൻഡിലേക്കാണ് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവർ എന്ത് ഷോപ്പ് നെയിം എക്സാക്റ്റ് നെയിമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാത്ത കാരണം ഇത് തന്നെയാണ്. അപ്പം ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള സംഭവം ഇതാണ്, നിങ്ങൾ വീഡിയോസ് മര്യാദയ്ക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് അങ്ങനെ കുറേ കമൻറ്റ്സ് വരണം, ഇത്താ ഞാനിത് വീഡിയോ ഒക്കെ ഇതൊക്കെ കണ്ടുട്ടോ, പക്ഷെ എനിക്കിതിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല, ഇങ്ങനെ ചെയ്തിട്ട് അത് വരുന്നില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ ക്യാൻവയിലൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരാറുണ്ട്. പേഴ്സണലി മെസ്സേജ് അയക്കാറ്. അങ്ങനെയുള്ളവർക്കൊക്കെ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ടൈമിൻ്റെയും ഒക്കെ ഇതൊക്കെ ഇതാക്കിങ്ങാനും ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ അപ്പം ഇങ്ങനെയുള്ള കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ എന്തായാലും എനിക്കതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. കാരണം പിന്നെയും ഇങ്ങനെ ഈ ഒരു റിലേറ്റഡ് കമൻറ്റ് വന്നപ്പോഴേ അപ്പം ഒരുപാട് പേര് അതിൽ ചോദിക്കുന്നുണ്ട് ഷോപ്പ് ഏത് ഷോപ്പിലാണ്. അപ്പം ഞാൻ ഇതാണ് പറയുന്നത്, നിങ്ങൾ അടുത്തുള്ള ലേസർ കട്ടിങ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും. ലേസർ കട്ടിങ് ഷോപ്സ് നിയർ മീ എന്നൊക്കെ നമുക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷന് നിയറസ്റ്റ് ആയിട്ട് ഏതൊക്കെ ഷോപ്പ് ഉണ്ടോ അത് കാണിക്കില്ലേ. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, റീസെല്ലിങ് ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പം അങ്ങനെ എനിക്ക് കുറേ ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഈ അക്രിലിക് കട്ടിങ്സ് ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ എഡിറ്റിങ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ചിലവർക്ക് തീരെ അറിയില്ല, ഫസ്റ്റ് ടൈമാണ്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം അങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് ഞാൻ ചിലവർക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷെ എനിക്ക് കൂടുതൽ എളുപ്പം നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട A4 ആണോ A3 ഏത് സൈസിലേക്കാണ് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാനുള്ളത്. കൂടുതൽ നിക്കാഹിനാമക്കാണ് ഓർഡർ വരുന്നത്, അക്രിലിക് കട്ടൗട്ട്സ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം എന്താ പറയുക, നിങ്ങൾ ഏത് ഇതിലെ കാണിച്ച സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തിട്ട്, എന്നാലും എനിക്ക് സൈസും ഡിസൈൻസും അയച്ചു തന്നാൽ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പം അത് ഞാൻ ചെയ്ത് കൊടുക്കേണ്ട ഒരുപാട് ആൾക്കാർ അത് ഓർഡർ തരാറുണ്ട്, അത് ചെയ്യാറുണ്ട്. അപ്പം അത് നാട്ടിൽ പിന്നെ ഇന്ത്യയിൽ തന്നെ ഇവിടെ ഉള്ളവർ ചുരുങ്ങിയ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ നാട്ടിൽ നിന്ന് ഒരുപാട് ഓർഡർ വരലുണ്ട്, അവർക്ക് ഞാനത് എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഇതിൽ ഡയറിയിലേ എഴുതി വെച്ചാട്ടോ എന്തൊക്കെയാണ് പറയാമെന്നുള്ളത്. കാരണം നമ്മളൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞ് പിന്നെ വിട്ടുപോകും എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത്, അതാട്ടോ. പിന്നെ കമൻസ്. അപ്പം പിന്നെ ഞാൻ വിചാരിക്കാട്ടെ, ഞാൻ ഈ ഒരു ലേസർ അതായത് ഈ അക്രിലിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 3 വീഡിയോ ആയിരുന്നു ചെയ്തത്. പിന്നെ പോരാതെ നിക്കാഹിനാമൻ്റെ വീഡിയോ ചെയ്തു അതൊക്കെ. അപ്പം അതിലൊക്കെ ഞാൻ സംഭവം പറയുന്നുണ്ട്. അപ്പം എന്നിട്ടും പിന്നെ ഇങ്ങനെ വന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടി വരില്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ള ലേസർ കട്ടിങ് ഷോപ്സ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഷോപ്പിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്ത് കിട്ടുക, ഈ സംഭവം നമുക്ക് ചെയ്ത് കിട്ടുക. അതൊരു ലേസർ കട്ടിങ് എന്ന് പറയുന്നൊരു എന്താ പറയുക മെക്കാനിസം എന്നോ അങ്ങനെയാണോ പറയുക, അങ്ങനെ യൂസ് ചെയ്ത് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം നിങ്ങൾ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉള്ളതാണ്. എൻക്വയറീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്പറാണ്, ബിസിനസ് നമ്പർ. അപ്പം അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം പബ്ലിക്കായിട്ട് ഞാൻ പറയാത്തത് മെയിനായിട്ട് അങ്ങനെ പിന്നെ വന്നിട്ടുള്ള കമൻറ്റ്സ് എന്താണ് ഇതിൻ്റെ കറക്റ്റ് റേറ്റ് പറയുമോ എന്നുള്ളത്. അപ്പോൾ റേറ്റ് ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വലിയ ഷീറ്റാണല്ലോ ഈ അക്രിലിക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഷീറ്റാണ്. വലിയ ഷീറ്റുകളാണ് ഉണ്ടാവുക. ചെറിയതൊക്കെ ഉണ്ടാവും, ചെറിയ വർക്കിന് ചെറിയ ഓരോ പീസുകൾ മതി. അപ്പോൾ ആ ഒരു എന്താ പറയുക സ്ക്വയർ ഫീറ്റും ആ ഒരു സൈസും വിഡ്ത്തും എല്ലാം
എന്താ പറയുക വിട്ട് സൈസും ഡിസൈൻസിനെ മെയിൻ പറയാൻ കാരണം ഓരോ വർക്ക് കട്ട് ചെയ്ത് വരാൻ ആ മെഷീൻ്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു ഡിസൈൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൈസ് വരിക. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കറക്റ്റ് പ്രൈസ് എന്താണെന്ന് റിപ്ലൈ ചെയ്യാത്തത്. ഇപ്പം ചെറിയൊരു നെയിമാണെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ ഒരു നെയിം ലുബ്ന, ചെറിയൊരു സൈസിലാണെന്നുണ്ടെങ്കിൽ ഒരു 35 റുപ്പീസ്, ഇന്ത്യൻ മണിയാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ 35 റുപ്പീസ് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പം അതിപ്പോൾ ചിലപ്പം ആ ഒരു ഡിസൈന് നമ്മളിപ്പോൾ ഒരു ഭയങ്കര കാലിഗ്രാഫിയൊക്കെ ആയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ഷോപ്പുകളിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ പ്രിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പ്രിൻറ്റിങ് എല്ലാ ഷോപ്പിലും ഒരുപോലെയല്ല നമുക്ക് പ്രിൻറ്റിങ് കോസ്റ്റ് വരുന്നത്. അപ്പം ഓരോരുത്തരുടെയും വേറെ വേറെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഈ ലേസർ കട്ടിങ് ഐറ്റംസിൻ്റെ സംഭവങ്ങളും ഓരോ ഷോപ്പിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. പിന്നെ ഓരോരുത്തർ സെയിൽ ചെയ്യുന്ന റേറ്റും ഒക്കെ തന്നെ അവർക്ക് പലതും ട്രാവൽ അലവൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ റേറ്റ് ഉണ്ടാവുക. അപ്പം ഷിപ്പിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും റേറ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് ഇതിൻ്റെ റേറ്റ് ഞാൻ റിപ്ലൈ ആയിട്ട് പറയാത്തത്. അതാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ നോർമലി ചിലപ്പോൾ അങ്ങനെ ചെറിയൊരു ഇതൊക്കെ ആണെങ്കിൽ 35 30 റുപ്പീസൊക്കെ ആയിരിക്കും വരിക, ചെറിയൊരു നെയിം കട്ട് ചെയ്തെടുക്കാനൊക്കെ വേണ്ടി വരിക. അപ്പം പിന്നെന്താ, ഇതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പ്രൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സബ് ടൈറ്റിലാണ് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ചിലതിനൊക്കെ ഞാൻ ഒന്നിനാന്ന് തോന്നുന്നു ഒരു വീഡിയോ കെട്ടാൻ ഞാൻ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഈ സബ് ടൈറ്റിൽ കൊടുക്കുക എന്ന് പറയുന്നത് എനിക്കറിയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വോയിസിന് റിലേറ്റ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യൂലേ സംഭവം, മാനുവലി നമ്മൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് ചെയ്യുന്ന സംഭവം കുറച്ച് നേരെ ഫ്ലാറ്റിൽ മറ്റേ ഫയർ അലാമില്ലേ അതിങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ അതിനെന്തോ ടെസ്റ്റിംഗ് ആണ്. അതാട്ടോ ഞാനിങ്ങനെ, അതാണ് സൗണ്ട് കേട്ട്, നിങ്ങൾ കേട്ടിക്കോ അറിയില്ല, ഒരു സൗണ്ട് വന്നത് ഫയർ അലാമിൻ്റെ. അപ്പം അതിൻ്റെ ടെസ്റ്റിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടാവലുണ്ട് മന്ത്ലിയൊക്കെ ആയിട്ട്. അപ്പം നോർമലി കൊടുക്കുന്ന സബ് ടൈറ്റിൽ ഉണ്ടല്ലോ, നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് കഴിഞ്ഞാൽ അത് അറിയുന്നവരാണെങ്കിൽ ഒരു റിപ്ലൈ, ഒരു കമൻറ്റ്, എന്താ പറയുക, ഒരു ഹെൽപ്പും കൂടി ചെയ്യും കേട്ടോ. നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണേ. അതായത് നമ്മൾ ആ ഒരു സബ് ടൈറ്റിൽ കൊടുക്കാനേ എനിക്കറിയുള്ളൂ. അത് കൊടുക്കാതെ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ, ഞാനാണെങ്കിൽ ഫുൾ ഇതിൽ വോയിസ് ഓവർ ആണല്ലേ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അതിനൊക്കെ കുത്തിന്ന് ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വെരി സോറി. എനിക്ക് ഒരുപാട്, അതായത് പുറത്ത് മലയാളികളല്ലാത്ത ആൾക്കാർ എനിക്ക് ഒരുപാട് അങ്ങനെ കമൻറ്റ് വരുന്നുണ്ട് സബ് ടൈറ്റിലായിട്ട്, അല്ലെങ്കിൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജിലൊക്കെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. മെയിനായിട്ടുള്ള കാരണം ഇതാണ് സബ് ടൈറ്റിൽ കൊടുക്കാൻ. പക്ഷേ ഞാൻ ഒരു വീഡിയോ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഒരു വീഡിയോ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ലേസ് അക്രിലിക് കട്ടിങ്സിൻ്റെ വീഡിയോ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റിങ് ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ, അതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അതിന് പിന്നെ സെയിം ഇത് ചെയ്യാറുണ്ടെങ്കിൽ സമയം കിട്ടാഞ്ഞിട്ടാണ്, വെരി സോറി. പിന്നെ അതിലും വലിയ ഈസി മെത്തേഡ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം എനിക്കത് അറിയില്ല, എനിക്ക് ആ ഒരു മെത്തേഡാണ് അറിയാം. ഞാൻ കുറേ നോക്കി എങ്ങനെയാണ്, അല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കുറേ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന വോയിസിന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത് വരുന്നത് സബ് ടൈറ്റിൽ കിട്ടുന്നത്, അതൊക്കെ ഞാൻ കുറേ നോക്കി. പക്ഷേ എനിക്ക് അതൊന്നും വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ അപ്പം അങ്ങനെയുള്ള ഈസി മെത്തേഡ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അപ്പം അതാണ് മെയിൻ പ്രശ്നം. എന്തായാലും ഞാൻ ആ ഒരു സബ് ടൈറ്റിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ടൈം വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാം കൂടെ നടക്കാത്തത് കൊണ്ടാണ്. പിന്നെ ഇപ്പം വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, മക്കളും അതൊക്കെ ആയിട്ട് നമ്മളെ അമ്മമാരോ ആരെങ്കിലും നോക്കി തരുമല്ലോ, നമുക്ക് അതിനായിട്ട് അങ്ങോട്ട് ഇരിക്കുക. അത് എല്ലാത്തിനും കൂടി എനിക്ക് നടക്കുന്നില്ല. ഒന്നാമത് കുറേ ഓർഡറും കാര്യങ്ങളും എൻക്വയറി വന്ന് നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ആയിട്ട്.
അതാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി വീഡിയോ. ഞാൻ ഇടയ്ക്ക് ഒന്ന് മുങ്ങുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നലുണ്ട്. ആദ്യമൊക്കെ ഞാൻ വീക്കിലി 2 വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം, മോണിറ്റൈസേഷൻ വരെ കേട്ടോ, ഒരു 1 ഇയർ എനിക്ക് തോന്നുന്നു 1 ഇയർ 11 മന്തോ അങ്ങനെ എന്തോ ആയപ്പോഴാണ് എനിക്ക്, പിന്നെ 11ഓ 8ഓ അങ്ങനെ എന്തോ മന്ത് ആയപ്പായിരുന്നു മോണിറ്റൈസേഷനൊക്കെ നടന്നിട്ട്. അപ്പോൾ അതുവരെ ഞാൻ വീക്കിലി 2 വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. ക്രാഫ്റ്റ് വീഡിയോസ് ആയിരുന്നു ഇടാറുണ്ടായിരുന്നത്, വ്ളോഗ്സും ഇടയ്ക്ക്, പിന്നെ ട്രാവൽ വ്ളോഗ്സും ഒക്കെ ഇടലുണ്ടായിരുന്നു. അങ്ങനെ നല്ല കുട്ടിയായിട്ട് വീക്കിലി 2 വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാറുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഇടലെന്ന് വെച്ചാൽ വീക്കിലി ഒരു വീഡിയോ ആയിട്ടിടും, അത് നല്ല കുട്ടിയായിട്ട് അങ്ങ് വിടും. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ചിലപ്പോൾ 10 ദിവസമോ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ വരുന്നത് കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക്, ഞാനിപ്പം നിങ്ങളോട് തന്നെ പറയാതെ വിചാരിക്കുകയാണ്, ഞാൻ പറയട്ടെ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു പറയണം, പിന്നെ അയച്ച് പറയാമെന്ന്. അതായത് വീഡിയോ എനിക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് പറയുമ്പോൾ എന്തോ വന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ 11K ഒക്കെ. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ, ഞാനിപ്പോൾ ലുബ്നാസ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4 ഇയർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഈ ന്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഇയർ ആയിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ഇഴഞ്ഞു പോവാണ്, പക്ഷേ ഇതിലും കൂടുതൽ ഇതാക്കുന്നത്. അപ്പം ടോട്ടലി പക്ഷേ എനിക്ക് പഴയ എന്നോട് സൈഫുക്കൊക്കെ പറയട്ടോ, പഴയ ആ ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴേക്ക് കുറച്ചും കൂടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുമായിരുന്നു ചാനലിൽ നിന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര, നമ്മളെപ്പോഴും എല്ലാവരും എപ്പോഴും പോസിറ്റീവായിട്ടല്ലല്ലോ ഇരിക്കുക. അപ്പം എന്നോട് പലരും ചോദിക്കലുണ്ട്, ഇപ്പം നമ്മുടെ കസിൻസും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിനെ സമ്മതിക്കണം എന്നൊക്കെ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ചിലപ്പോൾ സമയത്ത് നമുക്കും ഇത് തോന്നും, എന്ത് കഷ്ടപ്പെട്ടതാക്കിയിട്ടൊന്നും ഇതാവുന്നില്ലല്ലോ അങ്ങനെ. അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് ഇമോഷണൽ ആയ പോലെ തോന്നി. അപ്പോൾ എന്താ പറയുക, ചില സമയത്ത് നമുക്ക് മടുപ്പ് വരും ഒന്നൊരു ഭയങ്കര ഇതില്ലാത്തത് കൊണ്ട് ഈ ചാനൽ. അപ്പം വീഡിയോ ഇടാനൊക്കെ വലിയ ഇത് തോന്നൂല. അപ്പം അങ്ങനെ കുറേ, അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോ വരാത്തത്. അപ്പം മെയിനായിട്ട് എന്താ വെച്ചാൽ, എന്ത് ടൈപ്പ് വീഡിയോ ഞാൻ ഇടണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. കാരണം എനിക്ക് ഈ വാൾ ഡെക്കേഴ്സ് അങ്ങനത്തെ DIY കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള DIY അപ്പം പിന്നെ അങ്ങനെയുള്ള DIY കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അല്ലാതെ നമ്മുടെ ഗിഫ്റ്റ് റിലേറ്റഡ് അങ്ങനത്തെ സംഭവം ആയിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പം നമ്മൾ ഈ വാട്ടേക്കേഴ്സൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ചില വീഡിയോസൊന്നും തീരെ വ്യൂസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ആ വീക്ക് വീഡിയോ ഇടാൻ തന്നെ മൂഡുണ്ടാവില്ല. അപ്പോൾ എന്ന് വിചാരിക്കും മതി വേണ്ട ഇനി വീഡിയോ ഇടണ്ടെന്ന് വിചാരിക്കും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ ഓക്കെ ഇടാം. ചില കമൻസൊക്കെ കാണുമ്പോഴേ നമുക്ക് തോന്നും വീഡിയോ ഇടാന്ന്. ഒരു മിനിറ്റ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ. ഇന്ന് ആക്ച്വലി ഞാൻ വേറൊരു വീഡിയോ ആണ് ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ഞാൻ ആക്ച്വലി വേറൊരു വീഡിയോ ആണ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെയാണ് ഞാൻ ഈ ഒരു കമൻറ്റ്, അപ്പം എനിക്ക് തോന്നിയതൊന്ന് നിങ്ങളോട് പറയണം എന്നുള്ളത്, എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഫുള്ളായിട്ട് പിന്നെ അതിന് അവർ റിപ്ലൈ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പം എപ്പോഴും ഞാൻ പറയുന്നത്, അപ്പം ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയെന്ന്. പക്ഷെ ഇതിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. കമ്മ്യൂണിറ്റിയിലിടാം, പക്ഷെ എത്ര പേര് കാണും വീഡിയോ ഇടുമ്പോൾ പറയും.
എന്നിട്ട് ഓക്കെ. അപ്പം ഇയാളെ കുറച്ചൊരു കുസൃതി കുറുമ്പനാണ് കേട്ടോ. അപ്പം ഏത് ടൈപ്പ് വീഡിയോ ഇടണമെന്നൊക്കെ അങ്ങനെയൊക്കെ വരിക. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ്, അത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒന്ന് ഏത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്ക് അങ്ങനെ ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെ ഒന്ന് ഇടാലോ. പിന്നെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ പെൻഡിങ് ഉള്ളതുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞത്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഫ്യൂച്ചറിൽ വരും. കളിക്കല്ലേ. അപ്പം അങ്ങനെ എന്ത് ഒരു ഫോട്ടോ എടുക്കാം. അപ്പം ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ എടുത്ത് വെച്ചതുണ്ട്. അപ്പം അത് എന്തായാലും ഞാൻ എന്തായാലും വരൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഓരോ ദിവസവും കുറച്ചായിട്ടാണ് വീഡിയോ എടുത്ത് വെക്കൽ എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ വീഡിയോസും ഇങ്ങനെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും വീഡിയോസായിട്ട് വരും കേട്ടോ. എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ്. പക്ഷെ അതൊക്കെ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാനും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാനിപ്പം പിന്നെ ഇതൊന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ലടാ. പല്ലിന് ഭയങ്കര ഉറപ്പായതുകൊണ്ട് ഇതൊക്കെ വേഗം പൊടിക്കട്ടി പറ്റുന്ന. അത് വീണുപോയി. അവിടെ പോയി വേറെ എടുത്തുണ്ടോ അപ്പോൾ കാണാൻ. പല്ല് പോയി. ഈ പ്രഗ്നൻസി കഴിഞ്ഞാൽ പല്ലും എല്ലും ഒക്കെ അവസ്ഥയായിരിക്കും കേട്ടോ. അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് പ്രശ്നം. ഇത് കഴിക്കും. അപ്പം അതാണ് നമ്മുടെ വീഡിയോ ടൈപ്പ് കാര്യങ്ങൾ. അപ്പം കുറേയൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനിയും ചോദിച്ച് വരരുത് കേട്ടോ. നമ്മുടെ ലേസർ കട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റുക ലേസർ കട്ടിങ് ഷോപ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം എന്തും ആവാം. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന സ്ഥലത്തെ പേര് നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അത് പറയാത്തത്. അവർക്ക് ഓൺലൈൻ ഫെസിലിറ്റിയും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങളെ നിയറസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു നോക്കുക ലേസർ കട്ടിങ് ഷോപ്സ് നിയർ മീ. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നിയറസ്റ്റ് ലൊക്കേഷൻസ് കിട്ടും. അതിൽ പോയിട്ട് നോക്കാം. ഈ സംഭവം ഞാൻ എത്രയോ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആ വീഡിയോസ് ചിലപ്പോൾ അവർ കാണുന്നുണ്ടാവില്ല. വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം സ്ഥിരമായിട്ടൊന്ന് നമ്മളെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് വേണം ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് വാച്ച് ചെയ്യാം. പിന്നെ ഇത് പറയാം, സബ് ടൈറ്റിലിൻ്റെ കാര്യം പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് സബ് ടൈറ്റിലിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, അറിയുന്നവരുണ്ടെങ്കിൽ. പിന്നെ കൺസിസ്റ്റൻസി, അതായത് നമ്മുടെ വീഡിയോ ടൈപ്പ് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് പറയാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, Q&A ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം ഞാൻ 10K എങ്കിലും ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊരു അഭിപ്രായം നിങ്ങൾ പറയട്ടോ. Q&A ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ക്ലിയർ ചെയ്യാൻ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ എന്താ പറയുക എക്സ്പീരിയൻസും, ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട് എന്നല്ല പറയുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. എന്നാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഡൗട്ടുകൾ ചോദിച്ചിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ഡൗട്ട്സും കാര്യങ്ങളും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഇട്ടോളുണ്ട് കേട്ടോ, തെറികളൊന്നും ഇടാതെ തന്നാൽ മതി. അപ്പം അതിനെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ മനുഷ്യന്മാരെല്ലാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ഹായ് ഹായ്, സുഖാണോ? സുഖാണോ? എല്ലാവർക്കും സുഖാണോ?
ചോയ്ക്ക് എല്ലാവർക്കും സുഖാണോ ചോയ്ക്ക് എല്ലാവർക്കും സുഖാണോ ചോയ്ക്ക് ചോയ്ക്ക് മമ്മി കാലൊന്നും പത്തിക്കരുത് ചോയ്ക്ക് എല്ലാവർക്കും സുഖാണോ ചുക്കുകൂതല്ല ചുക്കുകൂതല്ല എല്ലാവർക്കും സുഖാണോ എല്ലാവർക്കും സുഖാണോ സുഖാണോ ചോയ്ക്ക് സുഖാണോ സുഖാണോ അപ്പം ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുക. അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോസായിട്ട് വരാം. ബൈ 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 ബൈ.